മത്സരം നിസ്സാരമായിട്ട് കാണുന്നില്ലല്ലോ. നിസ്സാരമായിട്ട് കാണണ്ടെന്ന് ബാക്കിയുള്ളവരോടും കൂടെ പറഞ്ഞേക്കും. നമ്മുടെ അവകാശങ്ങൾ തന്ന ശേഷം അതൊരു ഔദാര്യം പോലെ പെരുമാറുക എന്ന് പറയുന്ന ഒരു രീതി ഇതിനു മുമ്പ് ഉണ്ടാകുന്നുണ്ട്. പാലക്കാടിലേക്ക് അങ്ങനെ എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ എന്താ പറയാനുള്ളത്? ഈ ഒരു അവസ്ഥയിൽ അടിപൊളിയാണ്, കാര്യങ്ങൾ ഗംഭീരമായിട്ട് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങളെല്ലാം വലിയ സ്നേഹത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത്. നമ്മൾ ജയിക്കും. പക്ഷെ ഇവിടെ മത്സരം നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല നമുക്ക്. താങ്ക് യു. മത്സരം നിസ്സാരമായിട്ട് കാണുന്നില്ലല്ലോ. ആ ഒരു പ്രതീക്ഷയും കൂടി ജനങ്ങളുടെ അടുത്ത് കിട്ടുന്ന ഉറപ്പാണ്. നിസ്സാരമായിട്ട് കാണണ്ടെന്ന് ബാക്കിയുള്ളവരോടും കൂടെ പറഞ്ഞേക്കും. എതിർ സ്ഥാനാർത്ഥിയാണെങ്കിൽ BJP ആണെങ്കിലും സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ തവണയും വലിയ വോട്ട് ഷെയർ ഒക്കെ നേടിയിട്ടുള്ളവരെ എങ്ങനെയാണ്? എല്ലാം വോട്ട് ഷെയർ അല്ലേ, വിജയം നേടിയിട്ടില്ലല്ലോ. നമ്മൾ വിജയത്തിന് വേണ്ടിയാണല്ലോ വർക്ക് ചെയ്യുന്നത്, ഷെയറിനല്ലല്ലോ. അപ്പോൾ വിജയം നമുക്ക് തന്നെയാണ്. ഞാനിപ്പോൾ തൽക്കാലം ഞാൻ അത്തരം കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് ഇവിടുത്തെ ജനങ്ങളുടെ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. ജനങ്ങളെ മാക്സിമം കേൾക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഇത്. പരമാവധി ആളുകളെ കേൾക്കുന്നു, അവരുമായിട്ട് സംവേദിക്കുന്നു, അവരുടെ വിഷയങ്ങൾ മനസ്സിലാക്കുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. വികസനം ചർച്ച ചെയ്യുമ്പോൾ മറുവശത്ത് വിവാദങ്ങൾ ചർച്ച ചെയ്യാനാണ് പ്രതിപക്ഷം മറ്റ് രീതിയിൽ ശ്രമിക്കുന്നത്. മറുവശം എന്ന് വെച്ചാൽ ആരാണ് വികസനം ചർച്ച ചെയ്യുമ്പോൾ വിവാദം ചർച്ച? സർ, വികസനം നമ്മൾ അവർക്ക് കൊടുക്കേണ്ട നമ്മുടെ കടമയാണ്. അത് നമ്മൾ ജോലി ചെയ്തതിന് ശേഷം അത് അവകാശവാദങ്ങളെ പറയാം. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മുടെ അവകാശങ്ങൾ തന്ന ശേഷം അതൊരു ഔദാര്യം പോലെ പെരുമാറുക എന്ന് പറയുന്ന ഒരു രീതി ഇതിനു മുമ്പ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ UDF ഗവൺമെൻറ്റും കോൺഗ്രസ് ഗവൺമെൻറ്റും ഇന്ത്യ എന്നൊരു രാജ്യം കെട്ടിപ്പിടുത്തി ഇക്കാലം വരെയും ഈ ജനങ്ങൾക്ക് ഒരു ഔദാര്യം കൊടുത്ത ഭാവം ഉണ്ടായിട്ടില്ല. അപ്പം നമ്മളെപ്പോഴും പരിഗണിക്കേണ്ടത് ആദ്യം ജനങ്ങളെയാണ്, അവരുടെ മാനസിക വികാരങ്ങളെയാണ്, അവരുടെ ആത്മാഭിമാനത്തെയാണ്, അവരുടെ സ്വത്തിനും ജീവനും നമ്മൾ കൊടുക്കുന്ന സംരക്ഷണമാണ്. ഒരു കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് നിങ്ങൾക്ക് ഒരാഴ്ച കിട്ടിയിട്ടുണ്ടോ വലിയ കൊലപാതകങ്ങൾ? അത് സാധാരണക്കാരായ ആളുകൾ അകാരണമായി കൊല ചെയ്യപ്പെടുന്നത്. വാർത്തകളിൽ നിന്നൊന്നും നമുക്ക് രക്ഷയില്ല. അത്രയധികം ലഹരി പോലുള്ള വിഷയങ്ങളിൽ പടർന്നു പഠിക്കുന്ന ഒരു കാലത്ത് അതിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്യേണ്ടത്. പിന്നെ പാലക്കാടിന് ഒരുപാട് ജോഗ്രഫിക്കലായ ഗുണങ്ങളുണ്ട്. ഗ്രാമവും നഗരവും ഒക്കെ വളരെ അടുത്താണ്, ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള വികസനങ്ങൾ ഉറപ്പായിട്ടും വരും. പാലക്കാടിന് ഷാഫിക്ക് മുമ്പും MLA-മാരൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് ഈ തരത്തിൽ ട്രെൻഡ് വന്നത്? ആളുകളിലോട്ട് ഇറങ്ങിച്ചെന്ന് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടാണല്ലോ. അത് തുടരും, ഗംഭീരമായിട്ട് തുടരും, പൂർവാധികം ശക്തിയായിട്ട് മുന്നിലേക്ക് പോകും. അവസാനമായിട്ടൊരു ചോദ്യം കൂടി. സിനിമാ പ്രവർത്തനം എന്നുള്ള രീതി വിട്ട് പൂർണ്ണ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഉള്ള ഒരു മാറ്റം ഇറങ്ങുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഞാൻ ഒന്നും മനസ്സിലില്ല. ഞാൻ ഇതിനെക്കുറിച്ച് പൂർണ്ണമായും അവെയറാണ്. ഞാൻ അതിനെക്കുറിച്ചുള്ള തീരുമാനം വളരെ ആലോചിച്ചെടുത്തിട്ടുള്ള തീരുമാനമാണ്, അല്ലാതെ പെട്ടെന്നുള്ള തീരുമാനമല്ല. ഞാൻ അതിനു മുമ്പ് എൻ്റെ മെയിൻ മേഖല സിനിമയാണെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. ഞാനിപ്പോൾ എല്ലായ്പ്പോഴും എല്ലാവരോടും പ്രവർത്തിക്കാൻ പോയിട്ടുണ്ട്. ഇന്നത്തെ ഒരു വർത്തമാനകാല ഇന്ത്യയിൽ ഞാൻ ഒരു കോൺഗ്രസ്സുകാരനാണെന്ന് പറയുന്നതിന് മേളിലുള്ളൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നടത്താനില്ല. അത് സധൈര്യം പറഞ്ഞ് മുന്നിലേക്ക് പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. ആ സാഹചര്യത്തിൽ ഇങ്ങനൊരു പെട്ടെന്നൊരു അവസരം എന്നോട് പാർട്ടി ആവശ്യപ്പെടുകയും നിൽക്കേണ്ടി വരികയും ചെയ്തപ്പം അങ്ങനെ പൂർണ്ണമായും അവിടെ നിന്നും പിന്മാറിക്കൊണ്ടാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ആയിക്കോട്ടെ, താങ്ക് യു. 15 വർഷക്കാലം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ MLA-മാരായിരുന്ന ശ്രീ ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച കിട്ടുന്നതിനു വേണ്ടി ഐക്യ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ മതേതരത്വത്തിന്റെ ജനാധിപത്യത്തിന്റെ ശക്തമായ കോട്ടയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലമെന്ന് അറിയിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സാരഥി രമേശ് പിഷാരടിയെ ചരിത്ര ഭൂരിപക്ഷത്തിന് ഈ മണ്ഡലത്തിൽ നിന്നും വിജയിപ്പിക്കണമെന്ന അഭ്യർത്ഥനയുമായുള്ള സ്ഥാനാർത്ഥി പര്യടനമാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. സ്നേഹം കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകളായി രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് സ്ഥാനാർത്ഥി മുതുകാട് എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ ചരിത്ര ഭൂരിപക്ഷത്തിന് കേരള നിയമസഭയിലേക്ക് ശ്രീ രമേശ് പിഷാരടിയെ
വിജയിപ്പിക്കണമെന്ന അഭ്യർത്ഥനയുമായി കണ്ണാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സ്ഥാനാർത്ഥി പര്യടനത്തിൽ സ്ഥാനാർത്ഥി ശ്രീ രമേശ് പിഷാരടി അവർ ഉദ്ഘാടന സ്നേഹനിധികളായ